തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വഴിവിളക്കുകൾ നമുക്കെന്നും ഉപകാരമായിട്ടുള്ള കാര്യമാണ്. ഈ വഴിവിളക്ക് ആര് കണ്ടുപിടിച്ചുവെന്ന് നമ്മളെല്ലാം മനസ്സിൽ ചോദിക്കാറില്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു പോസ്റ്റ്മാനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ വരുമ്പോൾ തൻ്റെ യാത്ര സുഗമമാക്കുവാനായിട്ട് അദ്ദേഹം തൻ്റെ വഴികളിൽ വിളക്ക് കത്തിച്ചു വയ്ക്കുവാനായിട്ട് തുടങ്ങി. ഇത് ഈ നന്മ പ്രവൃത്തി കണ്ട മറ്റു മനുഷ്യരും ഇത് നല്ല ഒരു കാര്യമാണെന്ന് കരുതി അവരുടെയും വീടുകളിലേക്കുള്ള വഴിയിൽ വിളക്ക് തെളിച്ചു വയ്ക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പ്രദേശം മുഴുവൻ, ആ വഴികൾ മുഴുവൻ വിളക്കുകളുള്ള, വഴിവിളക്കുകളുള്ള ഒരു പ്രദേശമായി മാറിയത്രേ. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തിയും ഇപ്രകാരമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ അവർ സ്നേഹത്തോടെ പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാ സൺഡേയിലും പൊതിച്ചോറ് പാവപ്പെട്ടവർക്ക് കൊടുക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളെ പ്രചോദിപ്പിച്ച വ്യക്തി ആരാണ്, അല്ലെങ്കിൽ സംഭവം എന്താണ്? സെഹിയൻ ഊട്ടുശാല എന്ന പേരിൽ രൂപത നടത്തുന്ന പ്രസ്ഥാനം അവർക്കൊരു പ്രചോദനമായി. ഈ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ ഏതാനും ചില നല്ല വ്യക്തികളുടെ ശ്രമം കൊണ്ടും അവരുടെ മനസ്സിലെ നന്മ കൊണ്ടുമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യം പോലും മറ്റുള്ളവരുടെ ജീവിതത്തിന് സാന്ത്വനമായിരിക്കും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രചോദനമായിരിക്കും. നിങ്ങളുടെ പ്രകാശം ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ ആ ദിവ്യ വെളിച്ചമായ ക്രിസ്തുവിനെ കണക്ക് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഓർമ്മപ്പെടുവാനായിട്ട് നന്മ പ്രവൃത്തി ചെയ്യുക, നന്മയെ അനുകരിക്കുക. അങ്ങനെ ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ, ക്രിസ്തുവിൻ്റെ നന്മ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.